ഉയർത്താൻ ദൈവാദിന്റെ പാവത്തിലേക്ക് നമുക്കതിനെ നമസ്കരിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഗ്ലോറിയ സിയാബാബാ ശംബാബാബാ. സ്വർഗസ്ഥിതാവേ മഹത്വം മഹത്വം. ഉള്ളത്തിൻ്റെ ഹല്ലേലൂയ, ഓ സ്തോത്രം സ്തോത്രം. ഉള്ളത്തിൽ നടന്നു വരുന്ന ഹൃദയത്തിൻ്റെ അന്തർവാർന്ന സ്തുതി സ്തോത്രങ്ങളാൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ മനമേഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ വിശ്വാസത്തെ വാഴ്ത്തുക. എൻ മനമേഹോവയെ വാഴ്ത്തുക, അനുപകാരങ്ങളൊന്നും മറക്കരുത്. ദേശങ്ങളുടെ ഉപകാരങ്ങളെ നാം ഞങ്ങളെ ഓർ നന്ദി സ്തുതി സ്തോത്രം കരേറ്റാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവദീർഘമായിരിക്കുക. രാത്രി അടുത്ത പൊന്നുനാമത്തെ നമുക്ക് നന്ദിയോട് വാഴ്ത്തുവിക്കാം, സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണിൽ നിന്ന് കാലിനെ വീഴ്ച പ്രാണനെ മനസ്സിൽ പിടിപ്പിച്ച ദൈവത്തെ നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കാം. നമ്മളെക്കാൾ ആരോഗ്യന്മാരും ശക്തന്മാർ, നമ്മളെക്കാൾ പ്രായം കൂട്ടി കുറഞ്ഞവരും നമ്മുടെ സ്ഥാപനം എത്രയോ പേര് ഈ വർഷം പ്രാരംഭം കണ്ടവർ ഈ വർഷം അവസാനം കാണുവാൻ ലോകത്തിലില്ല. ലോകത്ത് മനോഹരം മാറ്റപ്പെട്ടു. അനേകർ പ്രത്യാശയില്ലാതെ ഇടുങ്ങിയ ശവക്കുകളിലേക്ക് ഇറങ്ങി. എന്നാൽ ജീവനുള്ള ദേശത്ത് ജീവനത്തെ ആരാധിപ്പാൻ അത് നമ്മെ ജീവനോടെ കാത്തുറപ്പിക്കുക. ദൈവത്തെ നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കാം. പ്രാബാബാബാ ഷംബാബാ ഓ ഷബാല സന്തല ഡലദ ഷംബാബാബാ. സ്വർഗസ്ഥപിതാവേ, അങ്ങേ സ്തുതിക്കുന്ന രാജാ, അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, മഹത്വം മഹത്വം മഹത്വനും പൊഴിച്ചയ്ക്ക് ബഹുമാനത്തിന് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ. നന്ദിയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നിരിക്കും ശാശ്വവാസിയുമായി പരിശുദ്ധമുള്ള ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ ഓമനകുമാർ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു നാമത്തിൽ ഈ ഹല്ലേലൂയ വർഷത്തിൻ്റെ ഒടുക്കത്തെ മണിക്കൂറുകളിൽ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, നന്ദി കരേറ്റുവാൻ നാഥാടികൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. എൻ മനമേഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേഹോവയെ വാഴ്ത്തുക, അനുപകാരങ്ങളൊന്നും മറക്കരുത്. പ്രകാരം നല്ലവനാചാരമുള്ള ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി സ്തുതി സ്തോത്രം കരയേറ്റുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ എന്നേക്കുള്ള വചനപ്രകാരം ആ നല്ലവനായ നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താവേ, തിരുസലായിരിക്കുന്ന അടിയങ്ങളോട് ഇന്ന് രാത്രിയാലും മനസ്സലിയണമേ, രക്താഞ്ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കുന്ന നിർമ്മലിക്ക് തങ്കച്ചൊരാൽ കഴുകണമേ. ഏകാഗ്രതയോടെ സാന്നിധ്യമൊത്ത കർത്താവേ, രക്ഷാ സർവ്വസായി പങ്കർന്നു നൽകും. കുട്ടികൾത്തിനായി സ്തോത്രം, പ്രദാസമാർക്കായി സ്തോത്രം. ശക്തി സൗഖ്യലായിരിക്കുന്ന ജെയിംസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനസ്സലിയണമേ. കർത്താവേ, സ്വർഗസ്ഥാവേ, നന്ദിയോട് സ്തോത്രം. സാമ്പോൾ ഭാഷ നാട്ടിലായിരിക്കുന്നല്ലോ, ക്ഷേമത്തെ സൂചികളുമായി സ്വർഗം കൃപയുമാറാണേ. ഉണ്ണിപ്പാസക്കായ സ്നേഹശാരീരികളെ സുഹൃത്ത് വിടുതലിനായി സ്തോത്രം. സ്വർഗസ്നേഹിനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, ശുശ്രൂഷയ്ക്ക് കടന്നു പോയിരിക്കുന്നല്ലോ, ദാസനെ കരങ്ങൾ എടുക്കണമേ കർത്താവേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അല്ലെ വെങ്കടേഷ് ജോലിയോടത്തിലായിരിക്കും എത്ര വേഗത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി ഒരു സ്വർഗം സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും കുടുംബങ്ങളെയോർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ കടന്നു വരെ ക്ഷേമത്തോടെ സൗഖ്യ സമാധാനം മടക്കി വരുത്തവർക്കായി സ്തോത്രം. ഇനി കടന്നു വരേണ്ടവർക്കായി സ്തോത്രം. ആയുസ്ഥാനത്തവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇതിനകത്ത് ഞാൻ കടന്നു വന്ന പോലെയല്ല, ആത്മാവിൽ ബലം പ്രാപിച്ച് സന്തോഷം പ്രാപിച്ച് ദൈവം പ്രാപിച്ച് കടന്നു പോവാൻ സ്വർഗസ്ഥാവിയെ സഹായിക്കുമാറാകണമേ. ഇന്നത്തെ ചില പുതിയ മുഖങ്ങളെ ഞങ്ങളുടെ കൊണ്ടുവരണമേ, ചില പുതിയ സാക്ഷികളെ ഇന്നത്തെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. സ്വർഗസ്നേഹം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധ നടത്തലും ഓരോരുവാൻ കൃപയും ആദ്യ സൗന്ദര്യ കയ്യേറ്റ് വെച്ച് ഞങ്ങളെ വഴിത്തിനത്തെ മഹത്വപ്പെടുത്തും. സൗഖ്യമില്ല ആരെങ്കിലും മനസ്സരിയണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് ആരോഗ്യത്തിനാ സൗഖ്യത്തിനായി സ്തോത്രം. താഴ്ച സമർപ്പിക്കുന്നു. യേശു നാമത്തിൽ സകലവും താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാം അറിയുന്നവരുടെ പാട്ട് ചേർന്നോടെ താനെ മഹത്വപ്പെടുത്താമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. വീണ്ടും ഒരു രാത്രികാലം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2025 തീരാൻ കേവലം മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഈ ഒരു വർഷക്കാലം മുഴുവൻ വിശ്വസ്തനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവജനമെല്ലാം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റുന്ന ദൈവത്തെ ആരാധിക്കാം. ഓക്കെ, ചില പാട്ടുകൾ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിച്ചു.
വാസം ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമായി ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമായി കൃപയോന്നേനാശ്രയം ഹല്ലേലൂയ കൃപയോന്നേനാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ബലഹീനതയിൽ നല്ല ബലമേകും അനുഭൂമിയിലാനന്ദ തണലാകും ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ കൃപയോന്നാശ്രയം ഹല്ലേലൂയ കൃപയോന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും താഴ്ചയിലവനെന്നെ ഓർത്തല്ലോ ഒരവൈരിയൻ ബലമവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപയോന്നാശ്രയം ഹല്ലേലൂയ കൃപയോന്നാനന്ദമായി വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രതികൂലങ്ങളനവധിയെന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവനെ താന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ തിരുജീവനെ താന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ ഓ കൃപയോന്നാശ്രയം ഹല്ലേലൂയ കൃപയോന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും നിന്റെ താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ ഒരവൈരിയൻ ബലമവൻ തകർത്തല്ലോ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാനോ കൃപയോന്നാശ്രയം കൃപയോന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവനെ താന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ തിരുജീവനെ താന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ ഓ കൃപയോന്നാശ്രയം ഹല്ലേലൂയ കൃപയോന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി ഓ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ
ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഇന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോഴേ, കഴുതൻ കുഞ്ഞിനെ ചിറകിനെ ബാധിക്കുമ്പോഴേ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോഴേ, കഴുതൻ കുഞ്ഞിനെ ചിറകിനെ ബാധിക്കുമ്പോഴേ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. സൂര്യരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാ, വൈഷമ്യ വീടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തുന്നതാ. സൂര്യരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാ, വൈഷമ്യ വീടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഓ നന്ദി യേശു, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദിയാലേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഓ നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിർത്തിടും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിർത്തിടും ദയയാ, ദയയാ, നിത്യദയയാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, ഓ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി.
എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് ഓ നന്ദി നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ ഓ ഹല്ലേലൂയ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് ഓ നന്ദി നന്ദി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഗോരി ഗോരി ഹല്ലേലൂയ ഓ നന്ദി 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 ഹല്ലേലൂയ ഗോരി ഗോരി ഹല്ലേലൂയ രക്തം ജയം അന്തരമുടേതാ ദിവാനന്ദലകുശം മാരകമുടാനന്ദരകൂടേ വിദാനന്ദശന്ദാനാദരമുടാ വീരാലക്ഷ്മൗശാനന്ദലകൂടേ രഥലമുടാ മേരെ ചാനന്ദേ അമ്പാനന്ദേ വാനന്ദരകൂടാ ദവാനന്ദലമുടേ നന്ദലമുടാനന്ദലജേരാ വീരാസമാനാദാ മേരി ഖാബരന്ദേ മേരി ഖാലശാദാ അവദേ നന്ദലമുടാ ദാനന്ദലമുടാ നന്ദലമുടേ നന്ദേ ദിവാനന്ദലമുടാ ദിവാനന്ദലമുടാ വിദാലിഖാബൗടാ രേഖമാരെ ശേരെ വീരാനന്ദലമുടേ രക്തം 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 ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ഗോരി ഗോരി വാരാധരമൗടാ വീരാജാ വാരാദാ മേരി ഖാബാരെ ദേ രക്തം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ഗോരി ഗോരി രക്തം ജയം ഹല്ലേലൂയ 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 ഹല്ലേ അംബേരെ ദേശേരം ദലബൗടാ വീരാരഖബൗടേ വിമാരഖല്ലാരാ തേരെ ഖാബരൗടേ അന്തവലാന്തരൗടാ വീരാധാരമൗഷ അതലാരം ദലഗൗഡകരന്ദ ശിന്ദരബൗഡാരന്ദേ രക്തം ജയം ഹല്ലേലൂയ ഹല്ലേ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ രക്തം ജയം പരിശുദ്ധനേ ഹല്ലേലൂയ ഓ രക്തത്താൽ ജയമെടുക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യമാൽ ഞങ്ങളെ നിറക്കണമേ ഹല്ലേലൂയ ഈ രാത്രി ദൈവമേ അങ്ങേ ഒന്ന് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഓ രക്തം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ രക്തം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഗ്ലോറി ഓ പരിശുദ്ധനായ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ ഒന്ന് ഹല്ലേലൂയ നിറക്കണമേ ഹല്ലേലൂയ രാത്രി കാലം ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്ക രീതിയിൽ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം അപ്പാ അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അങ്ങയുടെ ദയയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഞങ്ങൾ നിന്നത് അങ്ങയുടെ കൃപയാണപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ പലരും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ നിർത്തിയത് അങ്ങയുടെ കൃപയാണ് ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളെ നടത്തിയതങ്ങാണ് ഹല്ലേലൂയ അല്പസമയം മധുരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാമോ ഹല്ലേലൂയ 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 ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ ഹല്ലേലൂയ ഹല്ലേലൂയ അർഹിക്കാത്ത നന്മകളെ തന്ന ദൈവം ഹല്ലേലൂയ അർഹിക്കാത്ത മാന്യത തന്ന ദൈവം ഹല്ലേലൂയ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
അർഹതയില്ലാത്തടുത്ത് നിർത്തിയ ദൈവം, ഹല്ലേലൂയ. ഉയർത്തിയ ദൈവം, ഹല്ലേലൂയ. മാനിച്ച ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനായി ഏഴയന്റെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ, എത്രയോ മധുരം നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ, എത്രയോ മധുരം. തേനേക്കാളോ തേൻ കട്ടയേക്കാളോ എന്നാവിനെത്ര മധുരം. ഹല്ലേലൂയ. തേനേക്കാളോ തേൻ കട്ടയേക്കാളോ എന്നാവിനെത്ര മധുരം. ശ്രേഷ്ഠതയാ പദവികളോ മാന്യതയോ തന്നു നിനച്ചതിലും മേൽത്തരമായി നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാം പദവികളോ മാന്യതയോ തന്നു നിനച്ചതിലും മേൽത്തരമായി നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം ഞാൻ രുചിച്ചു. ഓ, എത്രയോ മധുരം നിൻ സ്നേഹം. ഹല്ലേലൂയ. രുചിച്ചതിനായി ഞങ്ങൾ നന്ദിയോട് എത്രയോ മധുരം തേനിനേക്കാൾ
പാട്ടേക്കാളും എന്നാവിനെത്ര മധുരം. രാത്രികാലം ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ ഒരു വർഷക്കാലം ഹല്ലേലൂയ നമ്മളെ നടത്തിയ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അനേക അർഹതയില്ലാത്ത പദവികളും ശ്രേഷ്ഠതയും മാനിച്ച് ദൈവം തന്നതിന് എത്ര പേര് നന്ദിയോടെ ദൈവത്തെ ഈ രാത്രികാലം സ്തുതിക്കും? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത പദവികളും അനേകർക്ക് ലഭിക്കാത്ത മാന്യതകളും തന്ന് നടത്തിയ ദൈവം, ഇതുവരെയും കൊണ്ടുവന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. പാട്ടുകാരൻ പാടുന്നത് പോലെ ശ്രേഷ്ഠതയായ പദവികൾ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം. ഒരിക്കൽ കൂടെ ആ വരികൾ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ശ്രേഷ്ഠതയാ പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. നന്ദി യേശുവേ. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. നന്ദിയോട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി അറിയും ദൈവമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ചില നിമിഷങ്ങൾ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, ഹല്ലേലൂയ, നിങ്ങൾ പാടിയതുപോലെ ദൈവമേ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലം ദൈവമേ ഞങ്ങളെ നടത്തിയ ദൈവം. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവമേ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാനും പാടുവാനും ദൈവമേ അങ്ങ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ എണ്ണത്തിൽ കുറയാതെ വണ്ണം സൂക്ഷിച്ച ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ദൈവമേ, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ബലഹീനരായ ഞങ്ങളെ ദൈവമേ ബലം തന്ന് നിർത്തിയതിന് നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം ദൈവമേ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നല്ലോ ദൈവമേ. കർത്താവേ, ഞങ്ങളുടെ ഭൃത്യന്മാരെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ വർഷത്തിലോട്ടുള്ള വാഗ്ദത്തങ്ങൾ ദൈവമേ അവരിലൂടെ ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസന്മാരെ എടുത്ത് ഉപയോഗിക്കണമേ. ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ, വലിയ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ദൈവമേ ഈ രാത്രികാലം മടങ്ങിപ്പോകുവാൻ ദൈവമേ സഹായിക്കണമേ, ബലപ്പെടുത്തിക്കാട്ടെ. അല്പസമയം ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്നല്ലോ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. Psalm 91 and read it responsively. നമ്മൾ എഴുന്നേറ്റ് നിൽക്കെ തന്നെ 91 സങ്കീർത്തനം വാക്യം പ്രതിയൊക്കെ വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 91 ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, അവരുടെ ഭാഷയിൽ, തമിഴോ കന്നഡയോ ഇംഗ്ലീഷോ, വാട്ടർ മേ ബി യുവർ ലാംഗ്വേജ്, യു ക്യാൻ റീഡ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. വി വിൽ ബി റീഡിങ് ഇറ്റ് റെസ്പോൺസീവ്ലി. സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകര മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു.
നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലാണ് നിവയിൽ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, തൃപ്തി വരുത്തും, രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവിനെ പിന്നെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. പ്രൈസ് ഗോഡ്. യു മേ ബി സീറ്റഡ് പ്ലീസ്. സ്തോത്രം. തുടർന്ന് ഇന്നത്തെ നമ്മുടെ കൂടിനൊരുക്കത്തിന് പ്രാർത്ഥിപ്പാനുള്ള സമയമാണല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിൽ നമ്മെ തന്നെ ഒന്നുകൂടെ ഹല്ലേലൂയ നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാം. കഴിഞ്ഞ വർഷക്കാലം സംഭവമായ ഒരു വർഷക്കാലം നമ്മളുമായിട്ട് കടന്നുപോയത് എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ നമ്മൾ ചുറ്റുപാട് നടന്നു. നമ്മേക്കാൾ ആരോഗ്യം ബലവന്മാർ ശക്തനൊക്കെയും ലോകത്ത് മാറ്റപ്പെട്ടു. നമ്മുടെ സമപ്രായക്കാർ അനേകരുന്നില്ല. ജനുവരി 1 ദിവസത്തെ കണ്ടവർ ഈ ഡിസംബർ 31 ഭൂമുഖത്തില്ല. നമ്മളൊക്കെ പ്രായം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം നമ്മെ ജീവനുള്ള ദേശത്ത് ജീവനോടെ കാത്തുവയ്ക്കാതെ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റാം. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നാം വായിച്ച സങ്കീർത്തനത്തിൽ നാം കാണുന്ന പോലെ ഹല്ലേലൂയ. നാശകര മഹാമലൊക്കെയോ നമ്മെ ഇവിടെ സൂക്ഷിച്ചു, നമ്മൾ പ്രാണനെ അവന് പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവനാമത്തിന് സ്തോത്രം. ആ നല്ല കർത്താവിനെ ഇതിനകത്ത് നമുക്ക് നന്ദിയോട് വാഴി സ്തുതിക്കാം. അങ്ങനെ എല്ലാവരും സ്തോത്രം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രൈസ് ഗോഡ്. ദൈവത്താൽ നടത്തുന്ന സൗകര്യമാരുടെ ഭാഗത്ത് ഒരാൾക്കും സൗകര്യമാകത്ത ഒരാൾക്കും ആലോചന ഇന്നത്തെ കൂടിനത്തിന് വേണ്ടി ശബ്ദത്തിൽ പ്രാർത്ഥന നമ്മൾ നടത്താമല്ലോ. സ്തോത്രം. പ്രൈസ് ഗോഡ്. നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അരുളി ചെയ്യുന്ന നാഥന് അവിടുന്ന് അടികളോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് കർത്താവേ അത്യുന്നതൻ്റെ മറവിലായിരിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് അടിങ്ങളുടെ ജീവിതത്തിന്മേ ഒരുക്കി തന്ന കർത്താവേ സമയങ്ങളെ ഓർത്ത് അടികളങ്ങെ സ്തുതിക്കുന്ന കർത്താവ് അടികളോട് ചെയ്തതായ കർത്താവേ ഉപകാരത്തിനൊത്തവണ്ണം ദൈവത്തിന് നന്ദി കരേറ്റുന്നവരായി ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ അടികളെ തന്നെ ഒന്നുകൂടെ ദൈവസന്നി സമർപ്പിക്കുന്ന അപ്പച്ചാർത്താവേ എൻ്റെ ദൈവമേ ഹല്ലേലൂയ. അപ്പ അവിടുന്ന് അടികളെ സഹായിക്കണമേ. ഇന്ന് പൽക്കാലം കർത്താവേ രാത്രിയുടെ വേളയിൽ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും കർത്താവേ നാട്ടിലായിരിക്കുന്നവരുണ്ട്. അവരെ കർത്താവേ അവിടുന്ന് പരിപാലിക്കണേ. നാട്ടിൽ കടന്നു പോയതിൻ്റെ കുഞ്ഞുങ്ങളെയും ക്ഷേമത്തോടെ കൊണ്ടുവന്നല്ലോ. അവിടുത്തെ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം. തുടർന്ന് അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ സമാധാനത്തോടെ സൗഖ്യത്തോടെ കടന്നു വരുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കർത്താവേ അവിടെ ഹല്ലേലൂയ അപ്പ ആ കൂട്ടായ്മയൊക്കെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് തിരുമേനി കൃപ ചെയ്യണമേ. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ അപ്പ, അങ്ങനെയുള്ളവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ കർത്താവേ എൻ്റെ ദൈവമേ ഹല്ലേലൂയ അപ്പ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ സൗഖ്യമില്ലാതായിരിക്കുന്നയാടെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പൊന്നുകര ഞങ്ങളെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അടിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ വചനം അയച്ചതിൻ്റെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ജോൺസണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച നിൻ്റെ ദാസൻ്റെ രോഗക്കിടക്കയെ മാറ്റി വിരിക്കുവാൻ ദൈവമേ കർത്താവ് ശക്തനാണ്. കർത്താവിന് അത് അസാധ്യമായതൊന്നുമില്ലപ്പ. അങ്ങയുടെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ പിഞ്ചു പൈതങ്ങൾ മുതൽ മുതിർന്നവരെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരം ഞങ്ങളെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച കർത്താവേ ദൈവമേ ഹല്ലേലൂയ അപ്പ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയുടെ വേളയിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു
കടന്നു വന്ന് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗ അടിയങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. അടിയങ്ങളോടൊപ്പം കർത്താവെ ഭൂലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പ. അവരോടൊപ്പം അടിയങ്ങളോടൊപ്പം അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷയൊക്കെ അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ അവിടെ തിരുമേനി അവിടുന്ന് സഹായിക്കണമേ. നല്ല സങ്കീർത്തനം ദാനം ചെയ്തല്ലോ. ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അടുത്ത ഒരു വർഷക്കാലം ജീവിപ്പാനുള്ളതായ മന്ന ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കർത്താവിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ നന്ദിയോട് സ്തോത്രപ്പ. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരണമേ. അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ നന്ദിയോട് സ്തോത്രം. നാഥ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ അപ്പ. നല്ല സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ അടിയങ്ങൾക്ക് കർത്താവെ അടുത്ത ഒരു വർഷക്കാലം കർത്താവെ കാലെടുത്ത് വയ്ക്കുവാൻ സ്വർഗ്ഗ അടിയങ്ങളെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചുറ്റുപാടായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ദൈവ അടിയങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ട് അടുത്ത വർഷക്കാലം കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവകാശത്തോട് ചോദിക്കുകയാണ് അപ്പ. അവിടുന്ന് പ്രവർത്തിക്കണമേ. ഇനിയും കടന്നു വരുവാനുള്ളവർ പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ അവസാനം തിരുസാന്നിധ്യം പറഞ്ഞ് ഞങ്ങൾ ഇരുത്തിക്കാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദി കർത്താവേ ദൈവമേ. വീണ്ടും കർത്താവേ ദൈവമേ ഹല്ലേലൂയ കർത്താവേ ദൈവമേ. അപ്പാ ഈ വർഷത്തിൻ്റെ കർത്താവേ അവസാന രാത്രിയിൽ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കർത്താവേ ദൈവം വസിക്കുന്ന കർത്താവേ അവിടുത്തെ ആലയത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ ദൈവമേ അപ്പാ ദൈവമേ ഉണർന്നിരിക്കുവാൻ ദൈവമേ അപ്പാ യേശുവേ അപ്പാ ദൈവമേ അവിടുന്ന് കർത്താവെ കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാനും കർത്താവെ അവിടുത്തെ സ്തുതിക്കുവാനും ദൈവമേ അവിടുത്തെ ആരാധിക്കുവാനും കർത്താവെ ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്നല്ലോ കർത്താവെ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ അപ്പാ സകലത്തിലും കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കർത്താവെ നൽകിയ നല്ല സാവകാശത്തിന് നന്ദി. കർത്താവെ യോഗ്യതയൊന്നും ഉണ്ടായിരുന്നിട്ടല്ല കർത്താവെ ആപത്ത് അനർത്ഥം രോഗം മരണം കർത്താവെ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങളായിരുന്നിട്ടും കർത്താവെ ഹല്ലേലൂയ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അവിടെ എല്ലാം കർത്താവെ അപ്പാ ഞങ്ങളാരും ദൈവമേ നിലംപരിശായി പോകാതെ കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തെ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാൻ ദൈവമേ അവിടുത്തെ ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ ദൈവമേ സ്വർഗം കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ദൈവമേ ഒരു കർത്താവെ രാത്രിയുടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് നന്ദി കർത്താവ് യേശുവേ അപ്പാ ദൈവമേ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ ദൈവമേ രാത്രികാലം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കർത്താവെ ഹല്ലേലൂയ 1000 രാത്രിയേക്കാൾ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സ്വർഗം സഹായിക്കണം കർത്താവെ അപ്പാ ദൈവമേ അപ്പാ ഞങ്ങൾക്ക് അവിടുന്ന് കർത്താവെ ചെയ്ത എല്ലാ നന്മകൾക്കുമായി നന്ദി കർത്താവെ ദൈവമേ അപ്പാ നല്ല ദൈവത്തെ സ്തുതിക്കുവാൻ അപ്പാ ദൈവമേ അപ്പാ ഞങ്ങൾ പോലും അറിയാതെ കർത്താവെ അപ്പാ ഞങ്ങളെ അവിടുന്ന് കർത്താവെ സൂക്ഷിച്ചല്ലോ കർത്താവെ കടന്നു വരാൻ എല്ലാ ദൈവമേ ശത്രുദൂഷന്റെ എല്ലാ പോരുകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചു കർത്താവേ അപ്പാ ദൈവമേ അപ്പാ ഒന്നുപോലും കുറയാതെ കർത്താവേ അപ്പാ ദൈവമേ അപ്പാ ജീവനുള്ള ദേഹിയായി കർത്താവ് ജീവനുള്ള ദൈവമേ ദേഹമായി ജീവനുള്ള ആത്മാവായി ഞങ്ങൾക്കായിരിക്കുവാൻ സ്വർഗം സഹായിച്ചതിന് നന്ദി കർത്താവേ. ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥന കർത്താവേ ദൈവമേ അവിടുത്തെ സാന്നിധ്യം കർത്താവേ ഇന്നിപ്പോ ദൈവമേ രാത്രികാലം ഞങ്ങളുടെ മധ്യമുള്ളതിനായി നന്ദി കർത്താവേ. ആ സാന്നിധ്യം കർത്താവേ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവേ ഒരു പുതിയ വർഷം കർത്താവേ അപ്പാ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവേ ഞങ്ങൾ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾ സഭയായി കർത്താവേ ദൈവമേ ഞങ്ങൾ വ്യക്തികളായി കുടുംബങ്ങളായി അപ്പാ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് ജീവിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം കർത്താവേ ദൈവമേ. ഇന്ന് കർത്താവേ ദൈവമേ കടന്നവരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ദൈവമേ. ആഗ്രഹിച്ചിട്ടും കർത്താവേ ജോലിയുടെ ബന്ധത്തിലോ കർത്താവേ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളോ കർത്താവെ നാടിൻ്റെ ദേശത്തിലായിരിക്കുന്ന പ്രിയപ്പെടുണ്ട് കർത്താവ്
കർത്താവേ, എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥന കർത്താവേ. ദൈവമേ, രാത്രികാലം കർത്താവേ അവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. യേശുവേ, അപ്പോൾ അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കുമായി ഒരു കൂടി നന്ദി കർത്താവേ. ദൈവമേ, എല്ലാ ശുശ്രൂഷകളെയും അപ്പാപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥന കർത്താവേ. പരിശുദ്ധാത്മാവ് എല്ലാം സന്തോഷിതമായി ചെയ്യുവാൻ ദൈവമേ അപ്പാ യേശുവേ സ്വർഗം സഹായിക്കണം കർത്താവേ. ദൈവമേ, ദൈവത്തിൻ്റെ ആലോചന കർത്താവേ അപ്പാ ദൈവമേ, ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ ഏൽപ്പിച്ചിരിക്കുക നന്ദി കർത്താവേ. അത് കേട്ട് കർത്താവേ ദൈവമേ വചനപ്രകാരം ജീവിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. യേശുവേ, എല്ലാ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവേ. ദൈവം ആരെങ്കിലും കർത്താവ് യാത്രയുടെ മധ്യയായിരിക്കുന്നെങ്കിൽ കർത്താവേ അവരെല്ലാം ദൈവമേ അനുഗ്രഹത്തോടെ കടന്നു വരുവാൻ അവിടുത്തെ സ്തുതിക്കുവാൻ സ്വർഗം സഹായിക്കണം കർത്താവേ. യേശുവേ, കടന്നു എല്ലാ പ്രിയപ്പെട്ട ദൈവകരങ്ങളിലേക്ക് ഒരു കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ. ഞങ്ങളുടെ കർത്താസന്മാരെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ. അനുഗ്രഹിക്കണം, സഹായിക്കണം കർത്താവേ. യേശുവേ, അവിടുന്ന് പ്രാർത്ഥന അടിക്കുക. സ്തോത്രപ്പ മാനവും മഹത്വവും പൊഴിച്ചപ്പോൾ യേശുവിനെ താഴ്മ വേഷങ്ങൾ കൂടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിലായിരിക്കും കർത്തദാസന്മാർക്കായി ഓൺലൈൻ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ കടന്ന ഏവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഏവർക്കും നമ്മുടെ കർത്താവിന് രക്ഷിതമായി വേഗം വരുവാൻ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സംഭവം ഒരു വർഷക്കാലമായിട്ട് കടന്നു പോകാൻ പോകുന്നു. എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ നാം പാർക്കുന്ന ഈ പട്ടണത്തിൽ, നമ്മുടെ ദേശത്ത് ലോകനാനാഭം നടന്നു. എത്രയോ പേര് തങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോകത്ത് മാറ്റപ്പെട്ടു. അവർക്ക് കുറച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഇടയായില്ല. എന്നാൽ ജീവനുള്ള ദേശത്ത് ദൈവം നമ്മെ ജീവനോടെ കാത്തു. ദൈവത്തിന് വിശ്വസ്തയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒടുവിലത്തെ വായിച്ച് ദീർഘായുസ്സ് ഞാൻ തൃപ്തി വരുത്തും. ദൈവനാമത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം ഞാൻ വിശ്വസിക്കുന്നത് ദൈവമക്കൾ ദീർഘായുസ്സോടെ ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അത് ദൈവത്തിന് പ്രത്യേക കാര്യമായിപ്പെട്ടു. അത് ഒഴിച്ചാൽ ഹല്ലേലൂയ ദീർഘായുസ്സോടെ ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഹല്ലേലൂയ തൻ്റെ മക്കൾക്ക് ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമാണ്. ദീർഘായുസ് അവന് തൃപ്തി വരുത്തും. ദൈവനാമത്തിന് സ്തോത്രം. തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സംഗീതത്തിലെ പല വാക്കുകൾ എന്നെ അധികമായി ചിന്തിപ്പിച്ചു. ഞാൻ ചെറുപ്രായത്തിലെ ഇത് കാണാപ്പാടം പഠിച്ചു മലയാളത്തിൽ. പ്രൈസ് ഗോഡ്. എന്നാൽ 52 വർഷം മുമ്പാണ് ബൈബിൾ കോളേജ് പഠിക്കാൻ പോയത്. അവിടെ ഇംഗ്ലീഷിലായിരുന്നു. എനിക്ക് അല്പം മിസ്റ്റേക്ക് വന്നു. 50 പ്രാവശ്യം ഈ സംഗീതം എംപോസിഷൻ എഴുതി ഇംഗ്ലീഷിൽ. എഴുതി എൻ്റെ കൈയെല്ലാം അങ്ങൊരു വല്ലാതായിപ്പോയി. കാരണം പിറ്റേ ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഞാൻ ഇഷ്ടംപോലെ ഈ സംഗീതം വായിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്, 50 പ്രാവശ്യം എംപോസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം ദൈവം എന്നോട് വിശേഷാൽ ചില വാക്കുകൾ കൂടെ എന്നോടുകൂടെ ഉണ്ടായി. പ്രത്യേകിച്ച് 14-ാം വാക്യത്തിൽ ചില വാക്കുകൾ ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം. 14-ാം വാക്യം. എന്നെ പറ്റിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിടുവിക്കുന്ന ഒരു ദൈവം. ദൈവനാമത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഈ സംഗീതത്തിൻ്റെ പുറകോട്ടുള്ള വാക്യം നാം വായിക്കുമ്പോൾ എന്തിൽ നിന്നെല്ലാം വിടുവിക്കുന്നുണ്ട്? 3-ാം വാക്യം വേട്ടക്കാരൻ്റെ കണിയുണ്ട്, നാശകരമായ മഹാമാരിയുണ്ട്. അതൊക്കെ ലോകത്തിലുണ്ട്. സ്തോത്രം. അതുപോലെ 5-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ്? രാത്രിയിലെ ഭയമുണ്ട്, പാൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. പക്ഷെ നിനക്കൊന്നും പേടിപ്പാനില്ല. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. കാരണം വിടുവിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേര്, 7-ാം വാക്യം വായിക്കുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീണാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ദൈവനാമത്തിന് നന്ദിയോട്. എന്തുകൊണ്ട്? നീ അത്യുന്നത മറവില. ഹല്ലേലൂയ. നാം പാടാറുണ്ട്, കോഴിതൻ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ പരിപാലിക്കുന്ന പോലെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ചിറകടിൽ അവൻ നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. കഴുകൻ തൻ കുഞ്ഞുങ്ങളെ ചിറകടിൽ വഹിക്കുന്ന പോലെ അവൻ നമ്മെ വഹിക്കുന്ന ദൈവമാണ്. ആകയാൽ ഈ അത്യുന്നതൻ ആ ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്തിന് ഭയപ്പെടുവാനില്ല. കാരണം ഹല്ലേലൂയ പറ്റിയിരിക്കുന്നവരെ അവൻ വിടുവിക്കുന്നു. വിടുവിച്ചിട്ടില്ലേ? കഴിഞ്ഞ കാലം എത്രയോ ഭക്തന്മാരെ ദൈവം വിടുവിച്ചു. ദൈവനാമത്തിന് സ്തോത്രം. ഈ ചൂളയിൽ നിന്ന് അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, പെരുവെള്ളം നിന്റെ വരെ വന്നാൽ അത് നിന്നെ മുക്കിക്കളയിലെന്ന് വായിക്കുന്ന പോലെ. സ്തോത്രം. ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടതായ
ജനത്തെ ദൈവം വിടുവിച്ചില്ലേ? ഇസ്രായേൽ ജനത്തെ വിടുവിച്ചില്ലേ? ഫറവോൻ സൈന്യം മുങ്ങിപ്പോയപ്പോൾ ദൈവത്തെ ദൈവം വിടുവിച്ചില്ലേ? ദൈവനാമത്തിന് സ്തോത്രം. യോർദാൻ നദിയിൽ മുങ്ങിപ്പോവാതോണം യോർദാനെ അവർക്ക് വേണ്ടി വിഭാഗിച്ച് അവരെ നടത്തിയ ദൈവമല്ലേ? ദൈവനാമത്തിന് നീയോട് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഹല്ലേലൂയ അവരെ ദൈവം വിടുവിച്ചില്ലേ? ദൈവനാമത്തിന് നീയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്. നെബൂഖദ്നേസർ ചോദിച്ചത് എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവം ആരുണ്ട്? സ്തോത്രം. അവൻ വെല്ലുവിളിച്ചതാ. പക്ഷെങ്കിൽ അവസാനം ജീവം ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവം ഉണ്ട്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ആ നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു. ദൈവനാമത്തിന് സ്തോത്രം. കാരണം തങ്ങൾ ആശ്രയിക്കുന്ന വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന് നെബൂഖദ്നേസർ തന്നെ പറയുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം. രാജാവിൻ്റെ കൽപ്പന പോലും ഭയപ്പെടാതെ, അഗ്നിജ്വാലയെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്തിൻ്റെ പൈതലിന് ദൈവം വിടുതൽ കൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അക്ഷരീയമായ തീച്ചുള്ള അല്ലായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ദൈവത്തിലെ ആ ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തോട് പറ്റിയിരുന്ന എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ട്, എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിലെ നീ ഭയപ്പെടേണ്ട. ദൈവനാമത്തിന് നീയോട് സ്തോത്രം. ആരാ വിടുവിക്കുന്നത്? ഞാൻ അവനെ വിടുവിക്കും. ദൈവനാമത്തിൽ സർവശക്തനാ ദൈവം പറയാണ്, അത്യുന്നതനാ ദൈവം പറയാണ്, ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വിടുവിക്കാൻ വേറെ ആരും ഇല്ലെങ്കിലും, വിടുവിക്കേണ്ട വിടുവിച്ചില്ലെങ്കിലും ഞാൻ അവനെ വിടുവിക്കും. ദൈവനാമത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത് വിടുവിക്കും. രണ്ടാമത് എന്താണ് ആ വാക്യത്തിൽ കാണുന്നത്? ഞാൻ ഉയർത്തും. അവൻ ഉയർത്തുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. യോഗ്യത ഉണ്ടോ കഴിവുണ്ടോ പ്രാപ്തിയുണ്ടോ ഒന്നും അല്ല കേട്ടോ. ദൈവനാമത്തിന് സ്തോത്രം. ആരംഭം ദൈവ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ ഭക്തന്മാരെ ദൈവം ഉയർത്തിയിട്ടുള്ള നമുക്ക് കാണുവാൻ കഴിയുന്നു. നല്ലൊരു ഉദാഹരണമാണ് യോസേഫ്. 17-ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോയവനാണ്, അടിമയായി തീർന്നവനാണ്. എത്ര വിദ്യാഭ്യാസം, എത്ര ക്വാളിഫിക്കേഷൻ, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? എന്തെങ്കിലും പറയാനുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ അവനൊന്നുണ്ട്. സ്തോത്ര. ഫറവോനെ പറ്റി പറയുന്നത് ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുവനെ കണ്ടു കിട്ടും. ദൈവാത്മാവനിലുണ്ട്. അതാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ, അതാണ് അവൻ്റെ എക്സ്പീരിയൻസ്, അതാണ് അവൻ്റെ യോഗ്യത. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ആരായി ദേശത്തിലെ രണ്ടാമനായിട്ട് വാഴുവാനിടയായി തീർന്നു. ഉയർത്തുന്ന ദൈവമല്ലേ? ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിനെ നശിപ്പിക്കുവാൻ പ്രൈസ് ഗോഡ് കൂട്ടുകാരൊക്കെ പരിശ്രമിച്ചെന്നാൽ ദാനിയേലിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ദേശത്തെ 127 സംസ്ഥാനങ്ങളിലായ ആ മഹാരാജ്യത്തിൻ്റെ 3 അധിപന്മാരിൽ പ്രധാനിയായിരുന്ന ആര്? ദാനിയേൽ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു പ്രധാനമന്ത്രിയേക്കാൾ. അതിൽ ഈ 127 സംസ്ഥാനം, ഒരു സംസ്ഥാനം എന്ത്? ഇന്ത്യ ദേശം മുതൽ കൂശ് വരെ. ഇന്ത്യ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പേരിൽ കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുതൽ കൂശ് 127 സംസ്ഥാനം. അപ്പോൾ ഇന്ത്യ ഒരു സംസ്ഥാനമാണ് ആ കണക്കിൽ. അതിൽ അങ്ങനെയുള്ള സ്തോത്രം 127 സംസ്ഥാനമുള്ളതായ വലിയ വലിയ മഹാരാജ്യത്തിൻ്റെ 3 അധ്യക്ഷന്മാരിൽ ദാനിയേൽ ആരായിരുന്നു? പ്രധാനി. ദാനിയേലിൻ്റെ യോഗ്യതയാണോ? ഞാൻ ചിന്തിക്കുക, ദാനിയേൽ 10-12 വയസ്സുള്ളപ്പോഴാണ് ദേശം വിട്ട് അടിമയായിട്ട് ബാബിലോണിൽ പ്രവേശിച്ചത്. ദൈവനാമത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം ഉയർത്തുന്ന ദൈവം. അപ്പോൾ ദൈവം ഒന്നാമതായിട്ട് എന്താണ്? വിടുവിക്കുന്ന ദൈവം. രണ്ടാമത് ഉയർത്തുന്ന ദൈവം. ദൈവനാമത്തിന് സ്തോത്രം. മൂന്നാമത് ഹല്ലേലൂയ. 15-ാം വാക്യം വായിക്കാം. അപ്പോൾ എങ്ങനെയുള്ള ദൈവമാണ്? ഉത്തരമരുളുന്ന ദൈവം. ദൈവനാമത്തിന് സ്തോത്രം. ഉത്തരമരുളുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം, ദൈവത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ബാലേ ഉത്തരമരുളണമേ. തന്നെത്താൻ മുറിവേൽപ്പിച്ചു, കുത്തി മുറിവേൽപ്പിച്ചു, നിലവിളിച്ചു. സന്ധ്യായം വരെയും നിലവിളിയാണ്, ഉപവാസത്തോടെ നിലവിളിയാണ്. പക്ഷെ യാതൊരു അനക്കവും ഉണർച്ചയോ ഉണ്ടായില്ല. എന്നാൽ ഏലിയാവ് ഇങ്ങനൊരു പ്രാർത്ഥന, ദൈവമേ നീ ഇസ്രായേൽ ദൈവമെന്നും നിന്റെ കൽപ്പന ഏതൊക്കെ ചെയ്ത് വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ഏലിയാവിന് വേണ്ടി സ്വർഗം ഹല്ലേലൂയത്തിൽ നിന്ന് തീ ഇറക്കുവാനിടയായി തീർന്നു. ദൈവനാമത്തിന് സ്വതപ്പോൾ ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവന് എന്ത് ചെയ്യുന്ന ദൈവമാ? ഉത്തരം അരുളുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീയുടെ നനു ഇറങ്ങിയ ദൈവം, സിംഹക്കുഴി ഇറങ്ങിയ ദൈവം. ഹല്ലേലൂയ. ദൈവനാമത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗ തീ ഇറങ്ങി വന്ന് ഉത്തരവള്ളിയ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നില്ലേ? ആ ദൈവത്തെയല്ലേ നാം വിളിച്ചപേക്ഷിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവനാമത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ അവനെ വിളിച്ചപേക്ഷിച്ചാൽ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവള്ളും. ഹല്ലേലൂയ. നീ അറിയാത്തും 33-ന്റെ 1 വാക്യം ഒന്ന് വായിച്ച്. യെരമ്യാ 33-ന്റെ ജെറമായ ചാപ്റ്റർ 33. സ്വർഗത്തിലേക്കുള്ള ഫോൺ നമ്പറാണെന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. ഒന്ന് വായിക്കാം.
ആ, എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കുക. ദൈവം പറയാം എന്നെ വിളിച്ചപേക്ഷിക്കുക. വേറെ സംഗീതം വായിക്കൊണ്ട് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. കഷ്ടകാലത്ത് വിളിച്ച് ആരെങ്കിലും പറയുമോ? പറയാറില്ല. പക്ഷേ ദൈവം പറയാം കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ആ, നീ അറിയാത്ത മഹത്തായും അഗോചര കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവനാമത്തിന് സ്തോത്രം. അപ്പോൾ അറിയാത്ത മറവിലായിരിക്കുന്ന കാര്യങ്ങളെപ്പോലും ഞാൻ നിന്നെ അറിയിക്കും. ദാനിയേലിന് സ്തോത്രം, രാജാവ് രാജ്ഞ പുറപ്പെടുവിച്ച് ഞാനൊരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം പറയണം, സ്വപ്നം പറയണം, അർത്ഥം പറയണം. അയ്യോ, ശകുനവാദികളെ മന്ത്രവാദികൾ എല്ലാം വരുത്തി. നമുക്കറിയാലോ എന്താ സംഭവിച്ചത്. അവർ പറഞ്ഞത് രാജാവ് എന്തോ ചോദിക്കും, രാജാവ് സ്വപ്നം പറ, ഞങ്ങൾ അർത്ഥം പറയാം. നോ, അവധി നിശ്ചയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. സ്തോത്രം. സ്വപ്നം അർത്ഥം അറിയിക്കാഞ്ഞാൽ നിങ്ങളെ വീട് പോലും കുപ്പക്കുന്നാക്കി കളയും. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ്? ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ഇത് രാജാവേ സാധ്യമല്ല. സാധിക്കുമോ? ഇവിടെ ഞാൻ കണ്ട സ്വപ്നം നാളെ ഞാൻ നിങ്ങളെ ആലോചിച്ച് നിങ്ങൾക്കാർക്കും പറയാൻ പറ്റൂ? സ്തോത്രം. ഒരുപക്ഷെ സ്വപ്നം പറഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയും. എന്നാൽ സ്തോത്രം, ദാനിയേൽ എന്ത് ചെയ്യും? സഹോദരന്മാരെ വാ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ സഹോദരന്മാരെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിച്ചു. ആ സ്വപ്നം രാത്രി ആർക്ക് വെളിപ്പെട്ടു? ദാനിയേലിന് വെളിപ്പെട്ടു. ദൈവനാമത്തിൽ. അപ്പം അറിയാത്ത കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതുമാ? വെളിപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദൈവനാമത്തിൽ. സ്വപ്പം വിടുവിക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, ഉത്തരം അരുളുന്ന ദൈവം. അടുത്ത എന്താണ്? കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. കഷ്ടകാലത്ത് കൂടെ ഇരിക്കും. എത്ര പേരുണ്ട്? സമ്പത്തുള്ളപ്പോൾ, സ്ഥാനമാനമുള്ളപ്പോഴൊക്കെ കൂടെ ഇരിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും, അല്ലേ? സ്ഥാനമാനമുള്ളവർ കൂടെ ഇരിക്കാനും ഉയർച്ചയുള്ളപ്പോൾ കൂടെ ഇരിക്കാൻ ആൾ കാണും. എന്നാൽ താഴ്ചയിൽ സ്തോത്രം ഇരിക്കാൻ ആൾ കുറവാണ്. എന്നാൽ സംഗീതക്കാരൻ പറയുന്നുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ നല്ലവനല്ലോ അവന്. നമ്മുടെ ദൈവത്തിൻ്റെ വിശേഷത ഏതാണ്? താഴ്ചയിൽ നമ്മോടുകൂടെ ഇരിക്കുകയും ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ദൈവം നമ്മുടെ സങ്കേതം വരുന്ന കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അല്ലാത്തപ്പോൾ തുണയെന്ന കഷ്ടം വരുമ്പോൾ കുറച്ച് അടുത്ത തുണയാണ്. അതാണ് ദൈവത്തിൻ്റെ വിശേഷത. പ്രൈസ് ഗോഡ്. അപ്പോൾ ഉത്തരമല്ല ദൈവമാണ്. കഷ്ടകാലത്ത് എന്ത് ചെയ്യുന്ന ദൈവമാണ്? കൂടെ ഇരിക്കുന്ന ദൈവമാണ്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. Though I walk through the valley of shadow of death, I will fear no evil. Why? Because you are with me. മരണയിൽ പട്ടണത്താക്കൽ നടന്നാലും കേടുക്ക് ഭയപ്പെടേൻ. കാർഗത്തിന് കണിയിൽ നടന്നു കേടുകെ ഭയപ്പെടുന്നു. നീ നട്ട് ഇരുതരുന്താ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ നമ്മെ തനിയായി കഷ്ടത്തിൽ കാലത്ത് നമ്മെ തനിച്ചു വിടും ദൈവമല്ല. തീജ്വാലയിൽ നമ്മെ തനിച്ചു വിടും ദൈവമല്ല. സിംഹക്കുഴി നമ്മെ തനിച്ചു വിടും ദൈവമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ നമ്മെ മുക്കിക്കളയാണ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ദൈവനാമത്തിൽ നീയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഉത്തരമല്ല ദൈവം എന്താണ്? കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ദൈവം. അടുത്ത എന്താണ്? ഞാൻ വിടുവിക്കുക മാത്രമല്ല, എന്ത് ചെയ്യും? മഹത്വപ്പെടുന്ന ദൈവമാണ്. മഹത്വപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവനാമത്തിൽ നീയോട് സ്തോത്രം. മഹത്വപ്പെടുത്തത്തില്ലേ? ഹല്ലേലൂയ. മോർദെഖായോട് ചോദിച്ചാൽ പറയും, സ്തോത്രം, ഞാൻ വാതിൽക്കാൽക്കാരനായിരുന്ന ആനാണ്. ആ ഹാമാൻ എന്നെ മാത്രമല്ല എൻ്റെ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ കെണികൾ ഒരുക്കിയതാണ്. എന്നാൽ പ്രൈസ് ഗോഡ്, സ്തോത്രം, അവൻ ദൈവം ഉപസിച്ച് ഇരുട്ടിലും വെണ്ണിലും കരഞ്ഞു. ദൈവമേ, രാത്രിയിൽ രാജാവിന് ഉറക്കം വരുന്നില്ല. ദിനോർത്ത പുസ്തകത്ത് വായിച്ചപ്പോൾ ഇതാ മോർദെഖായുടെ നാമത്തിൽ ഒരറിവ് രാജാവിന് കൊടുത്തു. രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ പറ്റി അവൻ എന്ത് പ്രതിഫലം കൊടുത്തു? എന്താ പ്രതിഫലം കൊടുത്തു? ഒന്നും കൊടുത്തില്ല. അപ്പോഴാണ് ഹാമാൻ കഴിവരൊക്കെ റെഡിയാക്കിയിട്ട് മോർദെഖായെ തൂക്കാനായിട്ട് അനുവാദത്തിന് വേണ്ടി വന്നിരിക്കുക. ആരുള്ളൂ? രാജാവ് വെച്ച് പറഞ്ഞു, ഹാമാന്. ചെന്നു, ഹാമാനെ നീ പറയണം, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഹാമാൻ എന്ത് ചെയ്തു? എന്നെ അല്ലാതെ ആരെയാ രാജാവ് ഇത്ര ബഹുമാനിക്കാൻ? ഞാൻ മഹാനാ. വലിയ കാര്യത്തെ വളരെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഉടനെ എന്തുവാ നമ്മൾ പറയും, അകവാളോട്ട് ഇടിവാൾ കിട്ടുന്ന പോലെ ഒരു ശബ്ദം. രാജാവ്, നീ ആ പറഞ്ഞൊക്കെയും ആ പടിവാലിക്ക് മോർദെഖായിക്ക് വേണ്ടി ചെയ്യുക. അവനെ കൊല്ലുവാൻ വേണ്ടി സ്തോത്രം എല്ലാം റെഡിയാക്കി, കഴിമർ റെഡിയാക്കിയിട്ട് വന്നിരിക്കുക. ദൈവമേ, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ?
ദൈവനാമത്തിന് സ്തോത്രം. അപ്പോൾ വിടുവിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുന്ന ദൈവമാണ്. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ഹാമാനെ കൊണ്ട് തന്നെ വീതിയിൽ കൊണ്ടുവന്ന് വിളിച്ച് പറയിപ്പിച്ചു. രാജാവ് കയറുന്ന കുതിര, രാജാവ് ധരിക്കുന്ന വസ്ത്രം, കിരീടം ഒക്കെ വെച്ചുകൊണ്ട് ഇതാ ഹല്ലേലൂയ ഹാമാൻ വിളിച്ച് പറയിക്കുകയാണ്. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെയും. ദൈവം ഒരുവനെ ബഹുമാനിപ്പാൻ ഇച്ഛിച്ചാൽ ആരെല്ലാതെ മുടക്കാൻ നോക്കിയാലും സാധിക്കില്ല. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ എന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദൈവം വിടുവിക്കുക മാത്രമല്ല, നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവമാണ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അടുത്താണ് 16-ാം വാക്യത്തിൽ, അവന് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. തൃപ്തി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. തൃപ്തി നൽകുന്ന ദൈവം. ദൈവനാമത്തിന് സ്തോത്രം. ലോകം നമുക്ക് തൃപ്തി നൽകുകയില്ല. ലോകത്തെ ആവും തൃപ്തി നൽകിയെന്നാൽ ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ തൃപ്തി അടയുവാൻ സാധിക്കൂ. വാഴ്ത്തപ്പെട്ട ലോകത്തിലായിരുന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5 പോഷിയോട് എഴുതിക്കുന്ന വാചനം എന്താണ്? എല്ലാവരും തിന്ന് തൃപ്തരായി തീർന്നു. ഹല്ലേലൂയ. ഇത്രയും പുരുഷാരം തിന്ന് തൃപ്തരായി തീർന്നു. ചിലർക്ക് സ്തോത്രം എത്ര ആണെങ്കിലും തൃപ്തി വരത്തില്ല. എന്തെങ്കിലും ഒരു കുറ്റം പറയണം. ഒന്നും അല്ലെങ്കിൽ ആ പഴത്തിന് ഉപ്പില്ലായിരുന്നു വേണ്ടി പറയും. അല്ല, എന്തെങ്കിലും ഒന്ന് തൃപ്തിയില്ല, എന്തെങ്കിലും ഒരു കുറ്റം പറയണം. എന്നാൽ ഹല്ലേലൂയ, കർത്താവ് തൃപ്തി നൽകി. സ്തോത്രം. അവൻ തൃപ്തി നൽകുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ശത്രുക്കളുടെ മേശ ഒരുക്കും ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി തൻ്റെ ദയയെ രക്ഷയെ കാണിച്ചു കൊടുക്കും ദൈവം. അപ്പോൾ സ്തോത്രം. 1 വിടുവിക്കുന്ന ദൈവം, 2 ഉയർത്തുന്ന ദൈവം, 3 ഉത്തരവുള്ള ദൈവം, 4 കൂടെ ഇരിക്കുന്ന ദൈവം, 5 മഹത്വപ്പെടുത്തുന്ന ദൈവം, 6 തൃപ്തി വരുന്ന ദൈവം. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഇങ്ങനെയുള്ള ദൈവം ഉള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? ദൈവനാമത്തിന് സ്തോത്രം. നിൻ്റെ 11-ാം വാക്യം കാണുന്നതിൻ്റെ എല്ലാ വഴി നിന്നെ കാക്കാൻ നിനക്ക് ദൂതന്മാർ കൽപ്പിക്കും. ദൈവനാമത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാശകര മഹാമാരിയുണ്ട്, രാത്രിയിലെ ഭയമുണ്ട്, പകൽപ്രകാശമുണ്ട്, ഇരുട്ട മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് പോയി സംഹാരമുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവനാമത്തിന് സ്തോത്രം. കാരണം അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമാകുന്നു. ദൈവനാമത്തിന് സ്തോത്രയാൽ ദൈവമക്കളെ, ഒരു വർഷക്കാലം കടന്നുപോയി. അവൻ നമ്മെ സൂക്ഷിച്ചു. ഒരു പുതിയ വർഷം കർത്താവിൻ്റെ താമസമെങ്കിൽ നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. ഈ പുതിയ വർഷത്തിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തമായി നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഞാൻ അവനോട് പറ്റിയിരിക്കും, ഞാൻ അവനോട് പറ്റിയിരിക്കും. ഹല്ലേലൂയ. അവൻ എന്നെ വിടുവിക്കും. അത് നമ്മുടെ വായു കൊണ്ട് ഏറ്റു പറയാം. ഇവിടെ നാം വായിക്കുന്നു. എന്താണ് സംഗീതക്കാർ ഏറ്റു പറയുന്നത്? 2-ാം വാക്യം ഒന്ന് വായിച്ച്. പറയുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കാൻ ദൈവമാണെന്ന് പറയുന്നു. വായു കൊണ്ട് പറയണം. സ്തോത്രം. രക്ഷകരായിപ്പോൾ യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയണം. അത് ഓരോ ദിവസം ഏറ്റു പറയണം. യഹോവൻ്റെ വെളിച്ചം വന്നു. അത് ദാവീദ് അങ്ങ് ഏറ്റു പറച്ചില്ല. യഹോവൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചവെള്ളത്തിനെ കടത്തുന്നു, സ്വസ്ഥവെള്ളത്തിൽ നടത്തുന്നു. യഹോവൻ്റെ വെളിച്ചം രക്ഷയാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവൻ്റെ വില ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്ന വായു കൊണ്ട് ഏറ്റു പറയണം. അത് കേൾക്കുമ്പോൾ ശത്രു നാണിക്കുവാനിടയായി, ഭയപ്പെടുവാനിടയായിത്തീരും. ദൈവനാമത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ സംഗീതക്കാർ പറയുന്നത്, ഞാൻ പറയും. എന്താ പറയും? ഞാൻ ആശ്രയൻ ദൈവം, യഹോവ അവൻ്റെ സങ്കേതമാണ്, അവൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയൻ ദൈവമാണെന്ന് ഞാൻ പറയും. ഈ വർഷക്കാലം അങ്ങനെ നാൾ തോറും ദിവസം തോറും പറയുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ. ഓരോ ദിവസവും പറയുക, അവനെൻ്റെ സങ്കേതം, അവനെൻ്റെ കോട്ട, അവനെ പരിപാലിക്കുന്ന ദൈവം, അവനെ സൂക്ഷിക്കുന്ന ദൈവം, അവനെ വിടുവിക്കുന്ന ദൈവം, അവനെ ബലപ്പെടുന്ന ദൈവം, അവനെ ഉയർത്തുന്ന ദൈവം, അവനെ മഹത്വപ്പെടുന്ന ദൈവം. ദൈവമക്കളെ, നമ്മുടെ വായു കൊണ്ട് നമുക്ക് ഏറ്റു പറയുന്നവരായിരിക്കാം. അതുപോലെ ഞാൻ പേടിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായലേഖനം 13-ാം അധ്യായത്തിലൊരു വചനമുണ്ട്. ആകയാൽ ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ ഇത് നമുക്ക് ധൈര്യത്തോടെ പറയാവുന്ന എബ്രായലേഖനം 13-ാം അധ്യായത്തിലൊരു വചനമുണ്ട്. ഞാൻ വാക്യം സൂക്ഷിച്ച് ഓർക്കുന്നതെന്ന് എടുക്കുക. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എങ്ങനെ പറയണം? ധൈര്യത്തോടെ പറയണം. കർത്താവ് എനിക്ക് തുണ. ഹല്ലേലൂയ.
എങ്ങനെ പറയണം? ഞാൻ പേടിക്കില്ല. പേടിക്കില്ല എങ്ങനെ പറയണം? ധൈര്യത്തോടെ പറയണം. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഗീതത്തിനേറ്റ് പറയുന്നത് ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവങ്ങളെ പുതിയ വർഷം നമുക്ക് നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ വർഷമായി തീരട്ടെ. നാം വിശ്വസിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തെപ്പറ്റി ഏറ്റുപറയുന്ന വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. പുതിയ വർഷത്തിൽ ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കും. ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കും. ഇന്ന് രാത്രി നമ്മുടെ തീരുമാനമായിരിക്കട്ടെ. അവനെ വിടുവിക്കും, അവനെ ഉയർത്തും. ഹല്ലേലൂയ. ഓ സ്തോത്രം. അവനിക്ക് ഉത്തരമരുളും, അവനെന്നെ വിടുവിക്കും, അവനെ മഹത്വപ്പെടുത്തും, അവനിക്ക് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സംഗീതത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. പുതിയ വർഷത്തിൽ മറക്കാതെ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ വിശ്വാസത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തെ, ആശ്രയത്തെയും ഏറ്റുവരുന്ന വർഷമായി തീരട്ടെ. അതിന് നമ്മെ സഹായിക്കാൻ എനിക്കിട്ട് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിശ്വാസാവീനങ്ങളാൽ നമ്മെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി സ്തോത്രാഴ്ച അർപ്പിക്കാനുള്ള സമയമാണ്. ലെറ്റ്സ് ഓൾ റൈസ്, ലെറ്റ്സ് സിംഗ് എ സോങ് ആൻഡ് ദാറ്റ് ടൈം ലെറ്റ്സ് ഓഫർ offerings for the glory of God. Stotram. மலையானவரே, என்னை காக்கும் தெய்வம் நீயே. எந்தன் கண்மலையானவரே, என்னை காக்கும் தெய்வம் நீரே. வல்லமை மாட்சிமை நிறந்தவரே, மகிமைக்கு பாத்திரரே. வல்லமை மாட்சிமை நிறந்தவரே, மகிமைக்கு பாத்திரரே. ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழச் செய்தீர். உந்தன் சிறகுகளின் நிழலில் என்றும் மகிழச் செய்தீர். தூயவரே என் துணையாயோரே, துதிக்கு பாத்திரரே. தூயவரே என் துணையாயோரே, துதிக்கு பாத்திரரே. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. எந்தன் உயிருள்ள நாட்களெல்லாம் உம்மை புகழ்ந்து பாடிடுவே. எந்தன் உயிருள்ள நாட்களெல்லாம் உம்மை புகழ்ந்து பாடிடுவே. ராஜா நீ செய்த நன்மைகளே என்னாலும் துதித்திடுவே. ராஜா நீ செய்த நன்மைகளே என்னாலும் துதித்திடுவே. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே,
உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. எந்த பலவீன நேரங்களில் கிருபையை தந்தீரையா, எந்த பலவீன நேரங்களில் கிருபையை தந்தீரையா. ஏசு ராஜா என் பலமானதா, எதற்கும் பயமில்லையே. ஏசு ராஜா என் பலமானதா, எதற்கும் பயமில்லையே. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. സ്തോത്രനായും പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും നല്ല ദാനങ്ങളുടമായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അപ്പോൾ അങ്ങയുടെ ഓമനകുമാർ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തു നാമത്തിൽ നിന്റെ കടിയങ്ങൾ ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നാഥാ. ഈ വർഷത്തെ അവസാന മണിക്കൂറിൽ ഞങ്ങൾ നടത്തിയല്ലോ. ദൈവത്തിന് വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്ക് തമ്പാലിച്ച് ഞങ്ങളുടെ അകൃത്യങ്ങളെ കണക്കിടാവണം. ഞങ്ങളുടേതായ കർത്താവേ, ഉദാസീനങ്ങളെ ഓർക്കാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ മനസ്സലിഞ്ഞ് സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ ക്രിസ്തുയേശു ജയോത്സവമായി ഇന്നൊരു നടത്തിയവയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ താമസം സ്വർഗസ്ഥനെ ഒരു പുതിയ വർഷത്തേക്ക് പ്രവേശിപ്പാൻ പോകുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിനോട് ഇരിക്കുമാറാകണമേ, പുതിയ നന്മള നിറയ്ക്കണമേ കർത്താവേ. സ്വർഗസ്ഥനെ കഴിഞ്ഞൊരു വർഷക്കാലം ദേശം എല്ലാ നന്മകൾക്ക് ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ തുണയായിരുന്നു, സങ്കേതബലമായിരുന്നല്ലോ. ഞങ്ങളുടെ ഞെരുക്കത്തിൽ ഞങ്ങൾ വിളിച്ച ഞങ്ങൾക്ക് ഉത്തരമല്ല ദൈവമാണെന്നാണല്ലോ കർത്താവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഭാരപ്പെട്ട പ്രയാസപക്ഷമൊക്കെയും നീക്കമൊക്കെ നൽകിയ ദൈവമേ, സ്വർഗസ്ഥ അവിടുത്തെ പൊന്നുനാമത്തെ ഞങ്ങൾ സ്വർഗസ്ഥ രക്ഷക നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു. സ്തോത്രനാഥ, ദൈവത്തിൻ്റെ കർത്താവെ അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വിലസന മക്കൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ സ്തോത്രവിടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് വരങ്ങളെ അവസരത്തെ കാണുന്നില്ല. സമൃദ്ധിയായ പ്രതിഫലം അമർത്തി കുലുക്കി കഴിയുന്ന നല്ലവരുളവായി മടിയും നൽകി ഈ ലോകത്തിൽ വരുവാൻ ലോകത്തെ അനുഗ്രഹിക്കണമേ. അടുത്ത വർഷം പുതിയ അനുഗ്രഹത്തിനെയും പുതിയ നന്മകളുടെയും വർഷമാക്കി തീർക്കും. കർത്താവേശത്തിൽ നാഥാതിൻ്റെ ദാസനടി നിന്റെ നേരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സകലത്തിലും ശുഭമായ സ്വർഗം സഹായിക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു അപേക്ഷിക്കുമ്പോൾ കൃപ നീ കേൾക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹ സാക്ഷ്യങ്ങൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എല്ലാവരും പറഞ്ഞ എന്താണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയെ പറ്റി കേട്ടു. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഏതാണ്ട് 30 വിഷയങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തിപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അരമണിക്കൂറെങ്കിലും മെസ്സേജിന് വേണ്ടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോടെ മാത്രമേ ഉള്ളൂ. 12:30 മീറ്റിംഗ് അവസാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ദൈവം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ കേൾക്കാനുള്ള സമയമാണ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ ദാസുണ്ണി പാഷ് വൈകുന്നേരം ദൈവത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കർത്താവിനായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസുശേഷ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്തോത്രം. ജീവിതാരംഭം വിശ്വാസ കാഴ്ചവടിലത്രേ, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാഴ്ചവടിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതോ മനോഹരം, എന്തോ സന്തോഷമാം പൊതു ജീവിതം.
സന്താപമേറുമേ ലോകേ ഞാനാകിലും സാന്ത്വനം താരും ശോഭമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നത് എൻ്റെ സാക്ഷ്യമാണ്. കൃപയാൽ 1 വർഷമായി ഈ സഭയിലാകുവാൻ കർത്താവ് തന്ന ദൈവത്തിന് കൃപകളെ കാറ്റ് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ദൈവശബ്ദത്തിന് മുമ്പിൽ ആമേൻ സ്തോത്രം. ഞങ്ങൾ കുടുംബമായി ഇവിടെ ആയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് കൂടപ്പിറപ്പുകളെ പോലെ നിങ്ങളെ സ്നേഹിക്കുവാൻ, ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം തന്ന പദവിക്കായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥന, ദേവദാസിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അത് വലിയ കാവലും കോട്ടയമായിരുന്നു. കഴിഞ്ഞ വർഷം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചു, ശുശ്രൂഷകൾ മാനിച്ചു. ഒരു കൊച്ചുമോനെ തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആമേൻ. ദൈവത്തിൻ്റെ എല്ലാ വഴികൾക്കായി, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. 15 മിനിറ്റ് മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. ദൈവം ഏൽപ്പിച്ചൊരു വലിയ മെസ്സേജാണ്. എത്രത്തോളം അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നത് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. Psalms 40:7. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്ഥിതികളെ മാറ്റുന്ന ദൈവം എന്നാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഈ പുതിയ വർഷത്തിൽ എന്തൊരു സന്ദേശമാണ് ദൈവത്തിൻ്റെ ജനത്തിന് കൊടുക്കേണ്ടത് എന്ന് ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ, സ്ഥിതി മാറ്റുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ സ്ഥിതി ദൈവം മാറ്റും, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റും, എൻ്റെ സഭയുടെ ദൈവം സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏത് സ്ഥിതിയിലായിരിക്കുന്നുവോ അതേ സ്ഥിതിയിൽ 2026 ആമേ തുടരുകയില്ല. 2026 ആമേ സഭയായി സ്വർഗ്ഗത്തിൽ ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിച്ച് വിശ്വസിക്കുന്ന 2 കരങ്ങളെ മടിച്ച് ആമേ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉറമന വൈഡക രഗതുര രഹസ്യാര ആരോഗ്യപരമായ മണ്ഡലത്തിനകത്ത്, ശുശ്രൂഷ മണ്ഡലത്തിനകത്ത്, സാമ്പത്തിക മണ്ഡലത്തിനകത്ത്, അന്തമ സമാധാന മണ്ഡലത്തിനകത്ത്, ഏതൊരു ആമേ മണ്ഡലത്തിനകത്ത് രാത്രികാലം ആമേ നിങ്ങൾ ഭാരത്തോടായിരിക്കുന്നു. ആമേ ദൈവത്തോടെ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യം നിങ്ങൾ എഴുതി വെക്ക്. ആമേ സ്തോത്രം. 2026 ആമേ ഡിസംബർ 30 യേശുവിന്റെ വരവ് താമസമെങ്കിൽ ആമേ സ്തോത്രം നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരോട് ഭാഗത്ത് പറയുന്നു, ഇവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. ഇവിടെ വചനം പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ. ഇന്ന് രാത്രികാലിനെ കേൾക്കുന്ന ദൈവവേദനെ എവിടെ നിന്നാണ് രക്ഷ? ഹല്ലേലൂയ. പണത്തിലല്ല, ആമേ സമ്പത്തിലല്ല, ആമേ സ്ഥാനമാനങ്ങളിലല്ല. ഹല്ലേലൂയ. ആമേ രക്ഷ എവിടെയാണ്? ആമേ ദൈവവചനം വിടുവിക്കുക സിയോനിൽ വരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും, പ്രതികൂലങ്ങൾ മാറും, ആമേ പ്രശ്നങ്ങൾ മാറും, രോഗങ്ങൾ മാറും. അതിനെ വിടുവിക്കുക ദൈവത്തെ കരത്തിനായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ചേർന്ന് യേശയ്യാപ്രവാചന പുസ്തകം 62-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. നമുക്ക് ഐസയ്യ ചാപ്റ്റർ 62:1. 62:1. ആമേ. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുക. നമുക്കെല്ലാം എഴുതിട്ടിരിക്കാം. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ഒരു പാട്ട് പാടാം. ഏത് പാട്ട് പാടും? എല്ലാവർക്കും എഴുതിട്ടിരിക്കാം. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ നുള്ളം നിറയും. ചെറുപടാം. ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ നുള്ളം
നിറയുന്നു. ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ അകവിടങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ അകവിടങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നന്മകളെ ഓർത്തു പാടി തുതിച്ചിടും ഞാൻ. രാവിലെ നന്മകളെ ഓർത്തു പാടി തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരാൽ നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരാൽ നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവമേ 2020 സമയത്ത് കടന്നുപോയി. 2026 നാം കാൽവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാനുള്ള സന്തോഷം, ഈ ഒരു ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി. 2000 കണ്ട അനേകർക്ക് 2000 കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം നമ്മെ 2000 കാണുമാറാക്കി. ഹല്ലേലൂയ. ദൈവത്തെ പിന്നെയും നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുക. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ വിട്ട് കടന്നുപോയി എന്നുള്ള പാട്ടിൻ്റെ ചില പാടികൾ പാടി നമുക്ക് ഒരുമിച്ച് കൈയുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. എൻ സങ്കടം സകലവും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ കടന്നുപോയി. എന്നെ കടന്നുപോയി, സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ
മഹാനായനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സമ്മാനദൂതൻ എന്നെ കടന്നു പോയി, സമ്മാനദൂതൻ എന്നെ കടന്നു പോയി. മധുരമാക്കി തീർക്കുമവൻ, മധുരമാക്കി തീർക്കുമവൻ, പരയം പിളർന്നുതാം പോകുമവൻ, പരയം പിളർന്നുതാം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സമ്മാനദൂതൻ എന്നെ കടന്നു പോയി, സമ്മാനദൂതൻ എന്നെ കടന്നു പോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സമ്മാനദൂതൻ എന്നെ കടന്നു പോയി, സമ്മാനദൂതൻ എന്നെ കടന്നു പോയി. Praise the Lord. Hallelujah. സ്തോത്രം. ഒരു വാക്യം വായിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുവന്നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുവന്നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ക്രിസ്തുയേശുവിനെ ഞങ്ങളോട് സ്നേഹിക്കുന്ന നല്ലൊരു വിശ്വസ്തതയുമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, എല്ലാ അനുഗ്രഹവും നന്മകളെ നല്ല അനുഗ്രഹമേ ഞങ്ങളുടെ പുനാഥങ്ങൾ നന്ദിയോട് വാഴ്സ്തുതിക്കുന്നു. 2025 കടന്നുപോയി. കർത്താവെ, ഒരു പുതിയ വർഷത്തെ കാൽവയ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചർവയ്ക്കായി സ്വർഗസ്ഥയെ നന്ദിയോട് സ്തോത്രം. ആ നല്ല കർത്താവ് നന്ദിയുള്ളവരായി കർത്താവെ, ഹല്ലേലൂയ, സാക്ഷികൾ പലരും ആഗ്രഹിക്കുന്ന പോലെ പ്രസ്താവിച്ചതുപോലെ ദൈവത്തിന് അധികം പറയാനുള്ളവരായി ജീവിപ്പാൻ ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ഹല്ലേലൂയ സ്നേഹിച്ച് അന്യോന്യം ഹല്ലേലൂയ ക്ഷമിച്ച് ഹല്ലേലൂയ അന്യോന്യം ഹല്ലേലൂയ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തുന്നവരായിരിക്കാൻ നിന്റെ നേരത്തെ സഹായിക്കണമേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്നെ തേടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. അവരെ ഒരു കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ചില പ്രാർത്ഥന അപേക്ഷിച്ച് പ്രിയപ്പെട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും രക്ഷിക്കപ്പെടുവാനുള്ളവരുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാനുള്ള സ്നാനപ്പെടാനുള്ളവരുണ്ടല്ലോ, ആത്മാവ പ്രാപിക്കേണ്ടവരുണ്ടല്ലോ. അപ്പാ നമുക്ക് സഹായിക്കണമേ. അവരുടെ പ്രിയപ്പെട്ട ആരും നിത്യാഗ്നിക്കിരയായി തീരാതണം. ഹല്ലേലൂയ. നിത്യാവസ്ഥ തിരുവന്തക്കണം. സ്വർഗത്തെ സഹായിക്കണം അപേക്ഷിക്കുന്നു. നിന്റെ ചേർന്ന് എല്ലാം ആവശ്യമായിട്ട് കർത്താവെ പുതിയ വർഷം പുതിയ നന്മകളാൽ നിറച്ച വഴി നടത്താൻ അപേക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കായി സ്തോത്രം. വേഗം വരുവാൻ പോകുന്ന നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ സകലവും താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. അന്യോന്യം വിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തോളം എല്ലാവരെയും അല്ല, അടുത്ത് നിൽക്കുന്നവരെങ്കിലും മേ ഗോഡ് ബ്ലസ് യു ഇൻ ദിസ് ന്യൂ ഇയർ. പുതിയ വർഷത്തെ കർത്താവ് സഹോദരനെ അനുഗ്രഹിക്കട്ടെ, സഹോദരി അനുഗ്രഹിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമുക്ക് കർത്തൃവേശം കഴിഞ്ഞ് സ്നേഹം ചെയ്യണമെങ്കിൽ ചെയ്യാം. സ്തോത്രം. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിഷയം ഇതാണ്, സ്ഥിതി മാറ്റുന്ന ദൈവം. സ്തോത്രം. യെശയ്യാവ് 62 ഒന്നുകൂടെ വായിച്ചേ. ആ ആ
മതി. ദൈവം പറഞ്ഞു, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന് സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളുടെ കാര്യം തിരിച്ചറിയണം. കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ഉപവാസത്തിന്, നിന്റെ കണ്ണുനീരിന് ആമേ ദൈവം മറുപടി തന്നില്ല എന്ന് നീ ആമേ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് പറയുന്നത്, ആമേ സിയോനെ കുറിച്ച് ഞാൻ ഇനി മിണ്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആമേ നീ കേട്ട വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകത്തക്ക രീതിയിൽ ആമേ ദൈവത്തിന്റെ ആത്മാവ് ദിവസം പ്രവർത്തിക്കുന്ന ദൈവത്തിന് കൃപകൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉറമന വൈഡകാര. കഴിഞ്ഞ നാളുകളിൽ ആമേ ചിലപ്പോൾ തോന്നിക്ക ദൈവം മിണ്ടാതിരുന്നു, ആമേ ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ കണ്ണുനീര് കണ്ടില്ല എന്ന് ഒരുപക്ഷെ ഇന്ന് ചിന്തിച്ചു കാണുമെന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേ ദൈവം മിണ്ടാതിരിക്കത്തില്ല. നിന്നെ കുറിച്ച്, തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച് ഇന്ന് രാത്രി മിണ്ടാതിരിക്കാതെ ആമേ നിനക്ക് ഉടനെ പ്രവർത്തി ദൈവത്തിനായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉറമന വൈഡകാരകസ്യാര. അതിനോട് ചേർന്ന് 126 സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചേ. 126:1. Psalms 100. ആ ആമേ ദൈവത്തിന് മൈനം പറഞ്ഞു. ഹല്ലേലൂയ. ആമേ യഹോവ ആമേ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ആമേ ഞങ്ങൾ ഹല്ലേലൂയ സ്വപ്നം ആമേ കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മടങ്ങിയ വരവ് റിമനകസ്യാര അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാത്ത മണ്ഡലത്തിനകത്ത് സ്വർഗത്തിലോ ദൈവം ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തിയപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ആരാധിച്ച കുടുംബത്തിനകത്ത് ദൈവത്തിന് വിടുതലുകൾ, ദൈവത്തിന് അനുഗ്രഹങ്ങൾ, ദൈവത്തിന് നന്മകൾ, ദൈവത്തിന് ഇടപെടലുകൾ കാണുമ്പോൾ ആമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണോ ആമേ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയത്തക്ക നിലകൾ, തിരിച്ചറിയാത്ത നിലകളിൽ ആമേ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്ന ദൈവറബയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ഊറമന വൈഡകാരകസ്യാര. ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഓ ഉറമന വൈഡകാരകാരകാരകസ്യാര ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉടരബല ഹന്തമാരസ്യ. സ്വപ്നമാണോ അതോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുപോലൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന ദൈവത്തെ വഴികൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. 14:7 ഒന്നും കൂടെ വായിച്ചേ. ആ ആ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം, വിശദീകരിക്കത്തില്ല. ഒന്ന്, സ്ഥിതി മാറുവാൻ. എങ്ങനെയാ? യോബിന്റെ പുസ്തകം 42:10, 12 വായിച്ചേ. 10-12 നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ആ എല്ലാവരും പറഞ്ഞ് മുൻപേ ഉണ്ടായിരുന്നത് കൊടുത്തെന്നല്ല, മുൻപേ ഉണ്ടായിരുന്നതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. അപ്പോൾ 2026 എൻ്റെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു ഇരട്ടി അനുഗ്രഹം എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിച്ച സ്തോത്രമെന്ന് സ്വീകരിച്ചു. ഹല്ലേലൂയ. ഇരട്ടി നന്മകൾ, ഇരട്ടി അനുഗ്രഹങ്ങൾ, ഇരട്ടി ആത്മാക്കൾ, ഇരട്ടി വിടുതലുകൾ നൽകി തന്ന ദൈവത്തിന്റെ സഭയെ ദൈവം ആയിരിക്കുന്ന ദൈവത്തെ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? മുട്ടുമടക്കാൻ തയ്യാറാണോ? കരയാൻ തയ്യാറാണോ? അയ്യോബിന് മടക്കി കൊടുത്തത് പോലെ മുൻകാലങ്ങളിലേക്കാൾ പിൻകാലങ്ങളിൽ ഹല്ലേലൂയ ദൈവം ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവൻ എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ 2026 അവൻ ദൈവമക്കൾ തീരുമാനമെടുക്കണം. എന്ത് തടസ്സം വന്നാലും എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ ആ തടസ്സം വയ്ക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം. 34 വർഷം കഴിഞ്ഞു ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട്. സ്തോത്രം. കോവിഡ് കാലത്ത് ആമേ സ്തോത്രം ഒരു 2 വർഷം മാത്രം 31-ാം തീയതി ആണ്ടർ ദി മീറ്റിംഗ് ആമേ പങ്കെടുക്കാൻ സാധിച്ചതൊഴിച്ച് ബാക്കി 32 വർഷവും ദൈവത്തെ കൃപയാൽ ഒറ്റ മീറ്റിംഗ് പോലും ആണ്ടർക്ക് മുടങ്ങാതെ ആയിരിക്കാൻ സ്വർഗ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഹാരം കഴിക്കാൻ മറന്നാലും ജോലിക്ക് പോകാൻ മറന്നാലും ഇന്നത്തെ തീരുമാനമെടുക്കുക. എൻ്റെ പ്രാർത്ഥന ജീവിതം 2026 25 പോലെ ആകത്തില്ല. ഞാനതിന് ബിൽഡ് ചെയ്യും. 2-ാമത്തെ വിഷയം പറയാം, വായിക്കാം. സ്തോത്രം. യോവേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-25 വാക്യങ്ങൾ. ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 18 and 25. യോവേൽ പ്രവാചന പുസ്തകം 2-ന്റെ 18-25 വാക്യം.
ആ, ഇനി 25-ാമത്തെ വാക്യം കൂടെ. ആ ആ ആ. രണ്ടാമത് നമുക്കറിയാം, യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒരു മടങ്ങി വരവിൻ്റെ പുസ്തകമാണ്. അവർ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കരച്ചിലോടെ, വിലാപത്തോടെ ദൈവത്തിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ വചനം വായിക്കുന്നു, യഹോവ ആ ദേശത്തെ ആദരിച്ചു. ഹല്ലേലൂയ. 25-ാമത്തെ വർഷം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവരുടെ ജീവിതത്തിൽ വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴും തിന്നും നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് ദൈവം പകരം നൽകും. എങ്ങനെ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. എൻ്റെ ഉപവാസം, ഹല്ലേലൂയ, ഉടമനാരന്തര വ്യക്തിപരമായ ഉപവാസം, സേവയുടെ ഉപവാസം, കുടുംബമായുള്ള ഉപവാസം, ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നം വന്നാലും ആരോഗ്യമില്ലാതെ വന്നാലും ഞാൻ ദൈവത്തിൽ നിൽക്കുന്നു തീരുമാനിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൽ വരാനുള്ളത്, ഹല്ലേലൂയ, നഷ്ടപ്പെടുന്നതിനൊക്കെ തിരികെ നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത് നാം ഉണ്ടായിരിക്കേണ്ടത് ഉപവാസം. അവർ ഉപവസിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വെട്ടിക്കിളി കൊണ്ടുപോയത്, തുള്ളം നശിപ്പിച്ചത്, പച്ചപ്പുറത്ത് നശിപ്പിച്ച് കളഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നഷ്ടങ്ങളെ ഓർത്ത് റിമനഗസ്യ ഇന്ന് രാത്രികാലം നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനായി ഞാൻ ദൈവത്തോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കേ. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന നീതിയിൽ ബിസിനസ്സിലായിരിക്കാം, നിന്റെ ജോലി മണ്ഡലത്തിലായിരിക്കാം, കുടുംബ ജീവിതത്തിനകത്തായിരിക്കാം, സഭാമണ്ഡലത്തിലായിരിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വസിക്ക് 2026 ദൈവം എനിക്ക് എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഓ റീമന രഗത്തുര, എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, എന്നെ നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ, എന്നെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവമായ ബന്ധമൊക്കെ, ഹല്ലേലൂയ, മടക്കി തരുവാൻ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ മടങ്ങി വരും. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റെടുക്കുവാൻ ദൈവസഭ തയ്യാറാണ്. റീമന ഷഗധുര. അപ്പോൾ മൂന്നാമത്തെ വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന് 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. 2 ശമൂവേൽ chapter 6 verse 11 and 12. ആ ആ മതി. നമുക്കറിയാവുന്ന വാക്യം, യഹോവയുടെ പെട്ടകം ഗിദ്യൻ ഓബേദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദോമിനെയും അവൻ്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറണമോ? ഉറമന വൈഡകാരകസ്യാര, നിന്റെ സാഹചര്യങ്ങൾ മാറണമോ? കടഭാരം മാറണമോ? പ്രയാസം മാറണമോ? വിടുതൽ നടക്കണമോ? ഒരേ ഒന്ന് കാര്യമേ ഉള്ളൂ. എന്താണ് പെട്ടകം? യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. എന്താണ് പെട്ടകം? ദൈവവചനത്തെ കാണിക്കുന്നു. നിന്റെ ഭവനത്തിനകത്ത് ഉട്ടമന രഗത്തുര ദൈവവചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ, കൂട്ടായ്മയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ, പെട്ടകമിരിക്കുന്ന ഭവനം അബോധമിന് അനുഗ്രഹിക്കപ്പെട്ടത് പോലെ ദൈവം നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. അപ്പോൾ തീരുമാനമെടുക്കുക. എന്താ? എൻ്റെ വീട്ടിനകത്ത്, വല്ലവരുടെയും വീട്ടിനകത്ത് പെട്ടകം നിനക്കെന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. നിന്റെ വീട് അനുഗ്രഹിക്കണമെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കണമെങ്കിൽ, നിന്റെ വിടുതൽ നടക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ പെട്ടകം വേണം. റീമന ഹന്തമാനകസ്യാര. അനേകർക്ക് പ്രാർത്ഥന വേണ്ട, കൂട്ടായ്മ വേണ്ട, ആരാധന വേണ്ട, വിശുദ്ധ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് പുറങ്കാലം കൊണ്ട് തള്ളി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവേ, നിന്റെ പെട്ടകം റിമരഹസ്യാര, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം കർത്താവേ എൻ്റെ വീട്ടിൽ വരണമേ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറഞ്ഞത് ഒത്തിരി വർഷമൊന്നും എടുത്തില്ല, 3 മാസമേ ഇരുന്നുള്ളൂ. 3 മാസം കൊണ്ട് ദൈവം അവൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി. 12-ാമത്തെ വാക്യം കൂടെ വായിച്ച. 12-ാമത്തെ വാക്യം 12. ആ മതി. അപ്പൊ ദൈവത്തിന്റെ പെട്ടകം നിമിത്തം അല്ലേ, ഓബേദോമിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അവൻ്റെ അമ്മായപ്പൻ്റെ സ്വത്ത് കൊണ്ടല്ല, അവൻ്റെ പൂർവ്വപിതാക്കന്മാർ സംബന്ധിച്ച ആസ്തി കൊണ്ടല്ല, അർദ്ധമാനകന്തുറ അവൻ്റെ തൊഴിലിൻ്റെ പദ്ധതി തൊഴിൽ കൊണ്ടല്ല, ദൈവത്തിൻ്റെ പെട്ടക നിമിത്തം ഇന്ന് രാത്രി വിശ്വസിക്ക് 2026 നിന്റെ വീട്ടിനകത്ത് ദൈവത്തിനും വചനത്തിനും ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും റിമനഗസ്യ 1-ാം സ്ഥാനം കൊടുത്തത് മുന്നേറുന്ന ദൈവത്തിന് പൈതലെങ്കിൽ റിമനഗസ്യാര.
സ്വർഗത്തെ ദൈവം നിങ്ങളെ മാനിച്ച്, സ്വർഗത്തെ നിങ്ങളെ അനുഗ്രഹിച്ച്, അനേകളുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിലൊക്കെ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവത്തെ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊരു സാധനം വേണം? ഫ്രിഡ്ജ് വാങ്ങിക്കുക, വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക നല്ലതാ, വലിയ സോഫ സെറ്റ് വാങ്ങിക്കുക നല്ലതാ, വീടിനകത്തുള്ള ഫർണിച്ചർ കൊണ്ട് നിറയ്ക്കുന്ന എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ അതിനൊക്കെല്ലാം ഉപരിയായി നമ്മുടെ വീട്ടിനകത്ത് അനുഗ്രഹം വേണമോ? ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ദൈവത്തിന് സാന്നിധ്യം വേണം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് രാത്രി അങ്ങനെ ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ 3 കാര്യങ്ങൾ ഞാൻ തൊട്ടുള്ള വീണ്ടും കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം. എൻ്റെ മോള് ജനിച്ച് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമെന്നോ, അവളൊരു വിവാഹം കഴിയുമെന്നോ, അവൾക്ക് കുഞ്ഞ് ജനിക്കുമെന്നോ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നാൽ സ്വർഗത്തെ ദൈവം അത് യാഥാർത്ഥ്യമാക്കി തീർത്ത ദൈവമയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം അവളുടെ ബാല്യകാലവും അമ്മയുടെ കൗമാരവും എല്ലാം അതുപോലെ രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോയത്. സത്യമായിട്ട് ഞാൻ പറയാം, സ്തോത്രം. എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞങ്ങൾക്കൊരു ഒരു മോനുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ. ആയപ്പോൾ പ്രാർത്ഥിച്ചു, പക്ഷേ ഹല്ലേലൂയ വേണമേ എന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചില്ല. എന്നാൽ സമയമായപ്പോൾ വിവാഹം നടന്നു. സമയമായപ്പോൾ കർത്താവ് കുഞ്ഞിനെ തന്നു. പ്രാർത്ഥന എല്ലാവർക്കും യേശു നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബമായുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വർഷം ദൈവദാനമായി തരുന്നുവെങ്കിൽ ദൈവം തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ, നിങ്ങളെ സേവിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവസ്ഥലേക്ക് സമർപ്പിക്കുന്നു. ഒരു പക്ഷേ ഞാൻ വിളിച്ചാൽ മറന്നാലും നിങ്ങൾക്ക് വിളിക്കാം. കടന്നു വരാം. ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ അവസാനമായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, ഇരട്ടിയായി അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമാകുന്നു. ഈ ദൈവം എന്നേക്കും എല്ലാവർക്കും ഒന്ന് പറയാം, ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമാകുന്നു. അവൻ എന്നെ ജീവനും വഴി നടത്തും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.